മിനിറ്റ് താമസം. എന്റെ പേര് റോസ് മരിയ. എന്റെ പേരാണ് എബീന. എന്റെ പേര് നിസ. എന്റെ പേര് ശ്രീലക്ഷ്മി. ഹായ്, എന്റെ പേര് നെയ്യാൻ. എന്റെ പേര് രജിക. എന്റെ പേര് സേവന. എന്റെ പേര് ആരുത. എന്റെ പേര് ഇഫ. എന്റെ പേര് സാത്തി. എന്റെ പേര് നവീൻ. എന്റെ പേര് യോഷ. ആദി. എന്റെ പേര് രാജ്മരി. ഇന്ന് നമ്മള് ഒരു ചെറിയ ഡാൻസ് ചെയ്യുന്നു. ഓർഡർ മാറ്റിയേ ഉള്ളൂ കേട്ടോ. അടുത്ത മുമ്പത്തെ പേടി വേണം വരാൻ വേണ്ടി. അങ്ങോട്ടോട്ട് മാറ്റിയേ ഉള്ളൂ. മറ്റേ ലൈഫ് ലെസൺസ് ആണ് ഇത്. അടുത്ത് അതിൻ്റെ മറ്റേ ഒരു ആദ്യത്തെ 2.5 മിനിറ്റ് ഞാൻ പറയാം. 2.5 മിനിറ്റ് സ്ക്രീൻ വലിയ കാര്യമായിട്ട് വേണ്ട. എല്ലാവരും പോലെ ഇതിനെന്തെങ്കിലും പർട്ടിക്കുലർ എന്തെങ്കിലും ഇല്ല. മാറില്ല. ഇത് ഈ കൽപ്പനയാണ് അമ്മയുടെ സ്നേഹം അമ്മയ്ക്കുള്ള തീമാണ്. ലൈറ്റ് ബാക്ക് ഇനി അതിൻ്റെ തോര എഡിറ്റിങ്ങും ഇല്ല. പോയി ഇരിക്കാറുണ്ട്. ഒന്നും വന്നിട്ട് കാര്യമില്ല. അതിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ സാധനം ഇനിയിപ്പോൾ ഇവിടെ പറ്റുന്നുണ്ടോ? ഇവിടെ തന്നെ ഓൾറെഡി റെഡിയായ സാധനം. അത് കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ, മനസ്സിലായി. ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സഹൃദയരെ, കലാസ്നേഹികളെ, മുഴുവനെ പറ്റാലും മുള്ളുകൊള്ളാതെ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് മാതൃഹൃദയം. ലോകത്തിലെ ഏറ്റവും ആർദ്രമായ പദം അമ്മ എന്നതാണ്. അതിൽ അലിവുണ്ട്, അറിവുണ്ട്, അമ്മിഞ്ഞപ്പാലുണ്ട്. ആ മാതൃസ്നേഹത്തിനു മുന്നിൽ അഞ്ജലിയോടെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന സംഗീത ശില്പം അമ്മ. മലയാളത്തിന്റെ മഹാകവി ശ്രീ ONV കുറുപ്പ് ഒരു യുഗോസ്ലാവിയൻ വിത്തിനെ ആസ്പദമാക്കി രചിച്ച അമ്മ എന്ന കവിതയാണ് ഈ സൃഷ്ടിയുടെ ആധാരം. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. ഒൻപതു പേരവർ കൽപ്പണിക്കാർ പോരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്ക് കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ
കല്ലുകൾക്കായിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിരി നിർത്തും. ഒരു കിണർക്കിനിയുന്ന നീരാണല്ലോ കോരിക്കുടിക്കാൻ കുളിക്കുവാനും. ഒരു കിണർക്കിനിയുന്ന നീരാണല്ലോ കോരിക്കുടിക്കാൻ കുളിക്കുവാനും. 9 വെവ്വേറെയവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ. 9 വെവ്വേറെയവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. ഇക്കുറി വല്ലായി പകർന്നുപോയി ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും. ഇക്കുറി വല്ലായി പകർന്നുപോയി ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും. കല്ലുകൾ മാറ്റിപ്പടുത്തു നോക്കി, കയ്യുകൾ മാറിപ്പണുതു നോക്കി, ചാന്തുകൾ മാറ്റി കുഴച്ചു നോക്കി, ചാർത്തുകളൊക്കെയും മാറ്റി നോക്കി. തെറ്റിയതെന്താണവിടെയാവോ ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും. ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും. എന്താണു പോംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കേ. വെളിപാടുകൊണ്ടാരു ചൊല്ലിയത്രേ അധികാരമുള്ളോരതിറ്റു ചൊല്ലി. വെളിപാടുകൊണ്ടാരു ചൊല്ലിയത്രേ അധികാരമുള്ളോരതിറ്റു ചൊല്ലി. ഒൻപതുണ്ടല്ലോ വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൻ. ആ മതിൽ മണ്ണിൽ ഉറച്ചു നിൽക്കും. ആ ചന്ദ്രതാരം ഉയർന്നു നിൽക്കും. 9 പ്രിയ വധുക്കൾ അൻപിയെന്നോരവരൊന്നുപോലെ. ക്രൂരമാമി ബലിക്കായതിൽ നിന്ന് ആരെയൊരുവളെ മാറ്റി നിർത്തും. ആരെയൊരുവളെ മാറ്റി നിർത്തും. കൂട്ടത്തിലേറ്റവും മൂപ്പിടുന്നോൻ തെല്ലുരുറ്റത്തോടൊപ്പം
അവളി പണിക്കാരൻ മാനം കാക്കും. 9 പേരവർ കൽപ്പണിക്കാർ, 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും 9 പേരുമപ്പോൾ സ്വന്തം വധൂമുഖം മാത്രമോർത്തു. അശുഭങ്ങൾ ശങ്കിച്ചു പോകയാലോ അറിയാതെ നെടുവീർപ്പു തെന്നുപോയി. മുണ്ടക പാടവരമ്പിലൂടെ മുന്നിലെ ചെന്തെങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്ത് തുമ്പച്ചിരിയുമായി മണ്ടിക്കിതച്ചു വരുന്നതാരോ, മണ്ടിക്കിതച്ചു വരുന്നതാരോ. മൂക്കിന്റെ തുമ്പത്ത് തൂങ്ങി നിന്നു മുത്തുപോൽ ഞതുപോൽ വേപ്പു തുള്ളി. മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴമവളുടേതായിരുന്നു. 9 പേരവർ കൽപ്പണിക്കാർ, 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും ഏറ്റവും മൂത്തയാളിൻ ചങ്കിലൊരു വെള്ളിടി മുഴങ്ങി. കോട്ടിയ പ്ലാവില മുന്നിൽ വച്ചു, ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വെച്ചു. ഒറ്റത്തൊടു കറി കൂടെ വച്ചു, 9 പേർക്കും വിളമ്പി വച്ചു. ഒറ്റത്തൊടു കറി കൂടെ വച്ചു, 9 പേർക്കും വിളമ്പി വച്ചു. കുഞ്ഞിനെ തോളിൽ കിടത്തി തന്നെ കുഞ്ഞിന്റെ അച്ഛനെടുത്തിരിക്കെ ഈ കഞ്ഞിയോട്ടൊടുക്കത്തെയാണെന്ന് ഓർക്കുവാനാ സാധിക്കായതില്ല. ഓർക്കപ്പുറത്താണ് ശനിപാദം, ആർക്കറിയാമിന്നിതിൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറേ ഈറനം കണ്ണു തുടച്ചുകൊണ്ടേ വൈവശ്യമൊക്കെ അകത്തൊതുക്കി കൈവന്ന കൈപ്പും മധുരമാക്കി. കൂടെ പുറത്ത പുരുഷനോടും കൂടെ പിറപ്പുകളോടുമായി ഗദ്ഗതത്തോടു പൊരുതിടുമ്പോൾ അക്ഷരമോരോന്നോന്നേയൂന്നി അന്ത്യമാം തന്നഭിലാഷമപ്പോൾ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു. ഭിത്തിയുറക്കാനീ പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കും മുമ്പൊന്നെനിക്കുണ്ട് ഒറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളുവിൻ. കെട്ടിമറക്കില്ലേ പാതി നെഞ്ചം
ഏതു കാറ്റുമെൻ പാട്ടു പാടുന്നു, ഏതു മണ്ണിലും ഞാൻ മടയ്ക്കുന്നു. മണ്ണടന്നു തിരിച്ചുകോൽ നാട്ടി മന്നരായി മതിച്ചവർക്കായി 9 കൽപ്പണിക്കാർ പടുത്തവൻപി എന്നൊരാ കോട്ട തന്മുന്നിൽ ഇന്നു കണ്ടേന പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമോലുന്നൊരാവലം കയ്യും ഞെട്ടിൽ നിന്ന് പാൽ തുള്ളികൾ ൂറും മട്ടിലുള്ളൊരാ നഗ്നമാറും കണ്ടുണർന്നെൻ്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മയെന്നാർത്തു നിൽക്കുന്നു. കണ്ടുണർന്നെൻ്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മയെന്നാർത്തു നിൽക്കുന്നു. താങ്ക് യു. നമ്മുടെ